BJP-യിലേക്ക് വോട്ട് പോകാനുള്ള സാഹചര്യം കേരളത്തിൽ BJP-യും CPM-ഉം കൂടി ഉണ്ടാക്കി വെച്ചു. അത് BJP-ക്ക് ഗുണം കിട്ടി, CPM-ന് ദോഷമാണ് ഉണ്ടായത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തരത്തിലും ബാധിക്കുന്നില്ല. ഇനി ഇപ്പോൾ ഇത് CPM ഇത് കൃത്യമായിട്ട് സെൻസ് ചെയ്തുകൊണ്ടാണ് ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത്. ഇപ്പൊ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു എന്ന് പറയുന്നു. മതസാമുദായിക നേതാക്കന്മാരെയൊക്കെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു, വികസന സദസ്സുകൾ ഇതൊക്കെ നടത്തും. ഞാൻ പറയുന്നത് ആശാവർക്കർമാർ ഒരു സദസ്സ് നടത്തണം, പെൻഷൻ കിട്ടാത്തവർ ഒരു സദസ്സ് നടത്തണം, ക്ഷേമനിധി കിട്ടാത്തവർ ഒരു സദസ്സ് നടത്തണം, അതായത് ഈ PSC റാങ്ക് ലിസ്റ്റിലുള്ള കുട്ടികളുടെ ഒരു സദസ്സ് നടത്തണം. ഇവരെയൊക്കെ പറഞ്ഞ് ബോധിപ്പിക്കണം വികസനം ഉണ്ടെന്ന്. ഇവരൊക്കെ ബോധിപ്പിക്കണമല്ലോ. പാചക തൊഴിലാളികൾക്ക്, സ്കൂളുകളിലെ പാചക തൊഴിലാളികൾക്ക് വികസന സദസ്സ് നടത്തണം, ഹെഡ് മാസ്റ്റർമാർക്ക് വികസന സദസ്സ് നടത്തണം, ഉച്ചക്കഞ്ഞിക്ക് പണം കൊടുക്കുന്നതിനെ കുറിച്ചിട്ട്. ഇപ്പോൾ ഓരോ മേഖല എടുത്തോട്ടെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് സാമുദായിക നേതാക്കന്മാരെയൊക്കെ തൃപ്തിപ്പെടുത്തി കഴിയുമ്പോൾ ഇവരെന്താ സാധാരണക്കാരെ തൃപ്തിപ്പെടുത്താൻ വരുന്നത്? ഇനി ആകെ 4-5 മാസമല്ലേ ഉള്ളൂ. എന്നാ ഇവർ തൃപ്തിപ്പെടുത്താൻ വരുന്നത്? ഞാൻ പറയുന്നത് ഇതെല്ലാം CPM-ന് 9.5 വർഷം ഭരിച്ചിട്ട് അവർക്ക് ജയിക്കാൻ ഒരു സാധ്യതയും കാണാതെ വരുമ്പോഴാണ് ഇവർ ഈ പൊളിറ്റിക്സിലേക്ക് പോകുന്നത്. ഇത് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവാണ് ഇത് ചെയ്തതെങ്കിൽ അയാള് ഹിന്ദു ആണെങ്കിൽ മൃദു ഹിന്ദുത്വം എന്ന് പറഞ്ഞ് ഇവർ ആക്ഷേപിച്ചാൽ, അയാൾ ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചാൽ, ഇവരിതൊക്കെ ചെയ്യുമ്പോൾ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നുള്ളൊരു വാക്കും പറയും. എന്തും ചെയ്യാം.